ബുദ്ധിമാനായ ഒരാൾ എപ്പോഴും തെറ്റുകൾ അംഗീകരിക്കുന്നു. തെറ്റ് സമ്മതിക്കുന്നത് ബുദ്ധി തന്നെയാണ്. കാരണം അത് അവിടെ സംഭവിച്ചു കഴിഞ്ഞു. മനസ്സിലായില്ലേ? നിങ്ങളോട് തെറ്റ് ചെയ്തു എന്നല്ല, ഒരു തെറ്റ് സംഭവിച്ചു. പരിപൂർണമായിട്ടുള്ളൊരു പ്രവൃത്തിയും ഇല്ല. കാരണം എല്ലാ പ്രവൃത്തിക്കും എന്തെങ്കിലും ചെറിയ കുറവുണ്ട്. ഭഗവത്ഗീതയിൽ ഇങ്ങനെ പറയുന്നു, സഹജം കർമ്മ കൗന്തേയ സദോഷമപി നത്യതേ ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാ ധനഞ്ജയ. പുരാണങ്ങളിൽ പലയിടത്തും ഇങ്ങനെ പറയുന്നു, പ്രവൃത്തിയിൽ എന്തായാലും അപൂർണതയുണ്ടാകും. ചിലപ്പോൾ 1% അല്ലെങ്കിൽ 80% അല്ലെങ്കിൽ 90%, കുറച്ച് ശതമാനം തെറ്റുകൾ പ്രവൃത്തിയിൽ എന്തായാലും ഉണ്ടാകും. നിങ്ങളത് ശ്രദ്ധിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, ബുദ്ധിയുള്ള ആളാണെങ്കിൽ ആ തെറ്റ് അംഗീകരിക്കും. പക്ഷേ ഒരു വിഡ്ഢി ആ തെറ്റ് കാണുന്നതേയില്ല. വിഡ്ഢി മണ്ടത്തരങ്ങൾ കാണിക്കും, എന്നാൽ തെറ്റുകൾ കാണുകയില്ല. ആരെങ്കിലും അത് ചൂണ്ടിക്കാണിച്ചാൽ അയാൾ ഒരിക്കലും അത് അംഗീകരിക്കില്ല. അയാൾ അത് പ്രതിരോധിക്കും. ഇതാണ് ഒരു വിഡ്ഢി ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ? ബുദ്ധിമാനായ ഒരാൾ മറ്റുള്ളവരിൽ ഒരു തെറ്റ് കണ്ടെത്തിയാൽ അയാൾ അതിൽ നിന്നും പുറത്തു കടക്കാൻ അവരെ കരുണയോടെ സഹായിക്കുന്നു. പക്ഷേ വിഡ്ഢി മറ്റുള്ളവരുടെ തെറ്റിൽ സന്തോഷിക്കുന്നു. മറ്റുള്ളവരോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിഡ്ഢി എപ്പോഴും സന്തോഷത്തിലായിരിക്കും. എന്നിട്ട് അയാൾ ലോകത്തോട് വിളിച്ചു പറയും, നോക്കൂ, അയാളുടെ തെറ്റ് ചെയ്തു, അയാൾ തെറ്റ് ചെയ്തു. ഒരു മണ്ടന് മാത്രമേ മറ്റുള്ളവരുടെ തെറ്റിൽ സന്തോഷിക്കാൻ കഴിയൂ. ബുദ്ധിയുള്ള ആൾ ആ തെറ്റിനെ കാണുന്നത് ആ തെറ്റ് എന്നിൽ കൂടി വേണമെങ്കിൽ സംഭവിക്കാമായിരുന്നു എന്ന രീതിയിലാണ്. അതിലെന്താണ് ഇത്ര വലിയ കാര്യം? അതൊന്നുമല്ല. അയാൾ ആ തെറ്റ് ശ്രദ്ധിക്കുന്നില്ല. നല്ല കാര്യങ്ങൾ ഒരാളിൽ കാണുന്നു, അയാളെ പ്രശംസിക്കും. ബുദ്ധിമാൻ ആളുകളെ എപ്പോഴും പ്രശംസിക്കുന്നു. അയാൾ മറ്റുള്ളവരെ പ്രശംസിക്കുന്നു. വിഡ്ഢിയായിട്ടുള്ള ഒരാൾ എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു. അയാൾക്കൊന്നും കിട്ടിയില്ലെങ്കിൽ അയാൾ അവരിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. എന്നിട്ട് അവരെ താഴ്ത്തി കെട്ടാനും ശ്രമിക്കും. ഇതാണ് വിഡ്ഢിയായ ഒരാൾ ചെയ്യുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് ആത്മാവിനെ ഉയർത്തുന്നതാണ്. നിങ്ങൾ ഉയരുമ്പോൾ, നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനം അറിയാം. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങൾ എപ്പോഴും ഉയർത്തും. നിങ്ങൾ ആരെയും താഴ്ത്തി കെട്ടില്ല. ദൈവികത അനുഭവിക്കുന്ന ഒരാൾക്ക് ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അവരുടെ സമീപനം മുഴുവൻ വ്യത്യസ്തമായിരിക്കും. നിങ്ങൾക്കറിയാമോ? അപ്പോൾ ജ്ഞാനം, ബുദ്ധി, സ്നേഹം, കരുണ ഇവയെല്ലാം പ്രവഹിക്കുന്നു ഒരാളുടെ ജീവിതത്തിൽ നിന്ന്, ഒരാളുടെ വ്യക്തിത്വത്തിൽ നിന്ന്, ഒരാളുടെ സ്വഭാവത്തിൽ നിന്ന്. ഒരാൾ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. അവരുടെ സ്പന്ദനങ്ങളിൽ നിന്ന്, അവരുടെ മുഖത്ത് നിന്ന്, അവരുടെ വാക്കുകളിൽ നിന്ന്, അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് അവിടെ സ്നേഹവും ശാന്തിയും ഉണ്ടാകും, പ്രവഹിക്കും. അതുകൊണ്ട് നിങ്ങൾ വെറും ഒരു തത്വചിന്തകനാണെങ്കിൽ, പുസ്തകങ്ങൾ പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സത്യം, യാഥാർത്ഥ്യം, ജ്ഞാനം അത് തീർച്ചയായും ഒരാളുടെ ജീവിതത്തിൽ നിന്നോ വ്യക്തിത്വത്തിൽ നിന്നോ പ്രവഹിക്കണം.